ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിന്നെ പലർക്കും ഒരത്ഭുതമാക്കിയിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഇടുക്കി ജില്ലയ്ക്ക് ഒരത്ഭുതമായി മാറിയിരിക്കുകയാണ് ബ്രദർ VC രാജു. ഡോക്ടർ VC രാജു ഇന്ന് ഇടുക്കിയിലെ സ്നേഹമന്ദിരത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരിക്കൽ ഞാൻ വന്നപ്പോൾ 2000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന സ്നേഹമന്ദിരം, അതിൻ്റെ സ്ഥാപക ഡയറക്ടർ കൂടിയായ VC രാജുവിൻ്റെ അനുഭവങ്ങൾ ആവേശം പകരുന്നതാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രമിക്കാം. പ്രിയരാഴ്ചയ, ഇത് തുടങ്ങാൻ ഈ സ്നേഹമന്ദിരത്തിൻ്റെ തുടക്കത്തിൻ്റെ രഹസ്യം എന്താണെന്ന് പറയാമോ? ഇതിൻ്റെ തുടക്കത്തിൻ്റെ രഹസ്യം, ഞാൻ സാധിക്കുന്ന പോലെയൊക്കെ മലയാറ്റൂർ എല്ലാ വർഷവും പോകുന്നുണ്ടായിരുന്നു. ഒരിക്കലും മലയാറ്റൂർ പോയപ്പോൾ ഒരു ഭിക്ഷാടകനായ, മാനസികാസ്വസ്ഥതയുള്ള ഒരു ഭിക്ഷാടകനെ കാണുകയും അദ്ദേഹത്തിന് ഞാൻ ചെറിയൊരു സഹായം കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പാത്രമിട്ട് ഇങ്ങനെ കുലുക്കുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം ഒരു മാനസികാസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ആ മനുഷ്യൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും യഥാർത്ഥത്തിൽ വസിക്കുന്നത് ഒരു ദൈവിക ജീവൻ തന്നെയാണല്ലോ. അപ്പം ഇങ്ങനെയുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം, ഇങ്ങനെയുള്ളവരെ എങ്ങനെ അവർക്ക് വേണ്ടതായ നന്മകൾ ചെയ്യണമെന്നുള്ള ഒരു തോന്നലോട് കൂടിയാണ് ആ മലയിറക്കത്തിൽ എനിക്കുണ്ടായ അനുഭവം. അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് പാവങ്ങളെ സംരക്ഷിക്കണം, പാവങ്ങളെ നോക്കണമെന്നുള്ള ഒരു ചിന്ത കടന്നു വന്നത്. ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ വളരെ ചെറിയ തോതിലുള്ള ഒരു എളിയ പ്രവർത്തനമായിരുന്നല്ലോ. എളിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത സർവശക്തനായ ദൈവം ഇതിനെ വളർത്തിയ വിധങ്ങൾ എങ്ങനെയായിരുന്നു ഒന്ന് വിവരിക്കാമോ? ഞാൻ സ്ഥാപനം തുടങ്ങുമ്പോൾ എൻ്റെ സഹോദരി നൽകിയ 10 സെന്റ് സ്ഥലത്ത് 3 പേരും 7 കിലോ അരിയുമായി തുടങ്ങിയ ഒരു കൊച്ചു പ്രസ്ഥാനമാണ്. അതിനുശേഷം ഇതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥന കൊണ്ട് അനുദിനങ്ങളിൽ 3 പേര് കഴിഞ്ഞത് 4 ആയി, അത് 5 ആയി, അത് അങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 22 പേര് സ്നേഹമന്ദിരത്തിലായിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള അരികൾ അതാത് ദിവസങ്ങളിൽ ഓരോരുത്തർ കൊണ്ടുത്തരും. പെട്ടെന്ന് ഒരു ദിവസം, അന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് കൂടെ വെക്കാനുള്ള അരിയേ ഉള്ളൂ, പക്ഷേ വൈകുന്നേരത്തിനുള്ള അരിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ചെയ്യുന്ന, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ 22 പേരും ഞാനും ചേർന്ന് സ്നേഹമന്ദിരത്തിലെ കൊച്ചു ചാപ്പൽ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 മണിക്ക് പ്രാർത്ഥിച്ചു. 2 മണിക്ക് തുടങ്ങി, 3 ആയി, 4 ആയി, 5 മണിക്ക് ആയപ്പോഴത്തേനും എൻ്റെ കണ്ണങ്ങ് നിറയാൻ തുടങ്ങി. മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അരിയും സാധനങ്ങളും വന്നില്ലെങ്കിൽ എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും, എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അത്ഭുതമെന്ന് പറയട്ടെ, ഒരു 5:30 കഴിഞ്ഞപ്പം റോഡിൽ, ഞാൻ സ്നേഹമന്ദിരവും റോഡും തമ്മിൽ ഒരു 100 മീറ്ററോളം അകലമുണ്ട്. അവിടെ നിന്ന് ഒരൊച്ച കേൾക്കാം. ഞങ്ങളെ വിളിക്കുകയാണ്. ആരോ പറഞ്ഞു, നമ്മളെ പപ്പ എന്നാണ് ഇവിടെയുള്ള മനുഷ്യർ എന്നെ വിളിക്കുന്നത്. പപ്പ, നമ്മളെ ആരോ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ റോട്ടിലേക്ക് നടന്നപ്പം റോട്ടിൽ ഒരു ടെമ്പോ വാൻ വന്ന് നിർത്തുന്നു. അതിനകത്ത് ഒരു 50 കിലോയോടും അടുത്തുള്ള അരി ഇങ്ങനെ കൊണ്ട് ഇറക്കി വെക്കുന്നു. ആ അരി ഞാനും എൻ്റെ കൂടെ വന്നവരോട് കൂടി എടുത്ത് ചുമന്ന് സ്നേഹമന്ദിരത്തിൽ വന്നു. അതിനുശേഷം ഇന്ന് വരെ സ്നേഹമന്ദിരത്തിൽ മുട്ടിപ്പുണ്ടായിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തെ ആവശ്യങ്ങൾ, ഇവർക്ക് 3 നേരം ആഹാരം കൊടുക്കാൻ 100-ലധികം കിലോ അരി വേണം. 1 കിൻഡലിന് മേലെ അരി ഉണ്ടെങ്കിലേ ഇവരെ പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനുശേഷം ഇന്നേ വരെ
അരി മേടിച്ചോളാൻ പറഞ്ഞ പൈസ തന്നതല്ലാതെ ഞാൻ ഒരിക്കലും വേറെ കാര്യങ്ങൾക്ക് വെച്ചിരുന്ന പൈസ എടുത്ത് അരി മേടിച്ചിട്ടില്ല. ആവശ്യമനുസരിച്ച് ഓരോ നല്ലവരായ മനുഷ്യരിലൂടെ അരിയും കറിയും കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അനുദിനങ്ങളിൽ നല്ലവനായ ദൈവം എത്തിച്ചു തരുന്ന അനുഭവങ്ങളാണ് എനിക്ക് 100 കണക്കിന് പറയാനുള്ളത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശു തമ്പുരാന്റെ അദൃശ്യമായ കരങ്ങൾ ഈ സ്ഥാപനത്തിനുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ വിജയങ്ങളും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ മക്കൾ മരുഭൂമി വഴി യാത്ര ചെയ്തു വരുമ്പോൾ അവർക്ക് വിശന്നു. ദൈവം അവർക്ക് മഞ്ഞിൽ പൊതിഞ്ഞ മന്ന, ആദ്യം ഫ്രിഡ്ജ് ഉണ്ടായത് മരുഭൂമിയിലാണല്ലോ, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുക്കുന്നു. 1000 കോഴിക്ക് അര കാട എന്നാണല്ലോ പറയുന്നത്. അപ്പം ഇതാ പറന്നു വന്ന് കാടപ്പക്ഷികൾ ഇസ്രായേൽ കൂടാരങ്ങൾക്ക് അരികെ വന്ന് പറന്നു നിൽക്കുകയെ കൈനീട്ടി പിടിക്കത്തക്ക വിധം ദൈവം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മന്ന കൊടുക്കുന്നു, കാടപ്പക്ഷി കൊടുക്കുന്നു. ഒരിക്കലും ലഭ്യമാകാത്ത തീക്കൽപ്പാറയിൽ നിന്ന് ജലനദികൾ ഒഴുക്കി കിടക്കുന്നു. എത്ര ഭയങ്കര അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നത്. അതുപോലെയുള്ള വലിയൊരു അത്ഭുതമാണല്ലോ സ്നേഹമന്ദിരത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എന്തുമാത്രം ആളുകൾ ആണ് സ്നേഹമന്ദിരത്തിലുള്ളത് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അങ്ങേ ആദരിക്കാൻ വേണ്ടി, അങ്ങയ്ക്ക് ലഭിച്ച ഡോക്ടറേറ്റ് അങ്ങയുടെ കൈകളിലേക്ക് കൈമാറാൻ വേണ്ടി വന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇതിനു മുമ്പ് ഞാൻ അത്ഭുതത്തോടെ കണ്ടത് 500-ലധികം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഈ സ്നേഹ മന്ദിരത്തെക്കുറിച്ചാണ്. അതിൻ്റെ വളർച്ചയുടെ പടവുകൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് പറയാമോ? വളർച്ചയുടെ പടവുകൾ എനിക്കൊന്നേ ഉള്ളൂ. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനുണ്ടല്ലോ എല്ലാം ദൈവം നടത്തുവാണ്. ദൈവം നടത്തുന്നു എന്ന് ഞാൻ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. കാരണം എപ്പോഴെങ്കിലും ഞാനാണിത് ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾ പലതും നടക്കാതെ വരും. രോഗികളിൽ മാനസികാസ്വസ്ഥതയുള്ള പല രോഗികളും അവർക്ക് വയലൻ്റായി അവരിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇവിടെ പ്രാർത്ഥന കുറയുകയോ ദൈവനാമം ഉച്ചരിക്കാതിരിക്കുകയോ ചെയ്താൽ അതിൻ്റെതായ എല്ലാ കുറവുകളും ഞാൻ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് 1-ാം സ്ഥാനം കൊടുക്കുന്നു, അതിന് വേണ്ടതായ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു. അതുമാത്രമല്ല, ആത്മീയ മാസിക 10-30,000 സർക്കുലേഷൻ അടങ്ങുന്ന ആത്മീയ മാസിക എല്ലാ മാസവും ഇവിടെ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് അത് വായിച്ച് അനേകർ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിലെ മക്കളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നുണ്ട്. ബുദ്ധി വൈകല്യമുള്ളവർ 1 പ്രാവശ്യം ദൈവത്തെ വിളിക്കുന്നതും ബുദ്ധി ഉണ്ടെന്ന് പറയുന്നവർ 10 പ്രാവശ്യം ദൈവത്തെ വിളിക്കുന്നതിലും ശക്തി ബുദ്ധിക്ക് വൈകല്യമുള്ള മനുഷ്യർ 1 പ്രാവശ്യം ദൈവത്തെ വിളിക്കുന്നുണ്ടാണ്. അങ്ങനെയുള്ള നിഷ്കളങ്കരുടെ പ്രാർത്ഥനയാണ് സ്നേഹമന്ദിരത്തിന് മുതൽക്കൂട്ടായി. ഇവിടുത്തെ രോഗികൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു 1 മാസം ഏറ്റവും ചുരുങ്ങിയത് 2-3 ലക്ഷം രൂപ മരുന്നിന് തന്നെയാവും. ഇതെല്ലാം സർവശക്തൻ അനേക സുമനസ്സുകളിലൂടെ ചെറുതും വലുതുമായി എത്തിച്ചു തരുന്നതുകൊണ്ടാണ് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുത്ത കർത്താവ്, കാടപ്പക്ഷികളെ വർഷിച്ചു തന്ന കർത്താവ്, അതേ കാര്യമാണ് സ്നേഹമന്ദിരത്തിൽ അനുദിനങ്ങളിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ എങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും താമസിക്കുന്നത്? കൂടുതലും മാനസിക വൈകല്യമുള്ളവർ, പിന്നെ വികലാംഗര്, നടക്കാൻ കഴിയാത്തവർ, ഒറ്റപ്പെടുന്നവർ, പോലീസുകാരും ഒക്കെ ഇങ്ങനെ വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ എവിടെ കൊണ്ട് ആക്കണമെന്ന് വിഷമിക്കുമ്പോൾ അവർ വിളിക്കുന്നത് സ്നേഹമന്ദിരത്തിലേക്കാണ്. ചില സമയത്ത് ഒരു രാത്രി 10 മണിക്ക്, 11 മണിക്ക്, 2 മണിക്കൊക്കെ ആയിരിക്കും ചില രോഗികളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിവിടെ കൊണ്ടുവരുന്നത്. എല്ലാറ്റിലും ദൈവം അനുവദിച്ച് എനിക്ക് വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവാനുഗ്രഹത്താൽ ഇവിടെ സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ അവറുകൾ പോലെയുള്ളവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരെ പോലെയുള്ളവർക്ക് സ്നേഹമന്ദിരത്തിൻ്റെ പ്രവർത്തനം ദൈവം തന്നെ അതിൻ്റെ നന്മ, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ നേരായ കാഴ്ചപ്പാട്
ബോധ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാറി മാറി വരുന്ന ജില്ലാ കളക്ടർമാർ എന്ത് തിരക്കുണ്ടെങ്കിലും ഇവിടെ പല പ്രാവശ്യം വന്ന് ഇതിൻ്റെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും തന്നെ സ്നേഹമന്ദിരം ഒരു അഭിമാനമായിട്ടും അതിലേറെ നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ശരിക്കും അങ്ങയുടെ കുടുംബം ഇതിൻ്റെ വലിയൊരു കൈത്താങ്ങലാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇന്നിവിടെ വന്ന റോഷി അഗസ്റ്റിൻ മന്ത്രി ഉൾപ്പെടെ ജനപ്രതിനിധികളെല്ലാം പറഞ്ഞത് ആൻറ്റിയും മക്കളും, പ്രത്യേകിച്ച് മോന്, ആൻറ്റിയുടെ പ്രാർത്ഥന അന്തരീക്ഷം പോലെ തന്നെ മോനും വളരെ സജീവമായി അങ്ങേ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കളെല്ലാം ഇതിനു വേണ്ടിയുള്ള ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് കൊച്ചു പ്രായത്തിലേക്ക് തന്നെ ഷൈനി കടന്നു വന്നു. അതിനുശേഷം തന്നെ 3 മക്കള്, നിവിൻ, നീതു, ദിവ്യ, ഒരു 3 പേരും ആദ്യം ഇവിടെ പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും അവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ പിള്ളേർ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് നന്നായി അറിയാം ഷൈനിയുടെ നല്ലൊരു സപ്പോർട്ടില്ലെങ്കിൽ ഇതിങ്ങനെ വരത്തില്ല. കുടുംബത്തിൽ നിന്ന് നമുക്ക് പീഡനങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുൻകൈയിൽ എന്നെക്കഴിഞ്ഞും ആക്റ്റീവായിട്ടാണ് ഇന്നിപ്പോൾ ഷൈനി പ്രവർത്തിക്കുന്നത്. എൻ്റെ മൂത്ത മകൻ നിബിൻ, അവൻ്റെ വചന ശുശ്രൂഷയും അതുപോലെ അവന് എന്നെക്കഴിഞ്ഞും ഇഷ്ടമാണ് ഇവിടെ വരുന്നവർക്ക്. നിവിൻ്റെ പ്രവർത്തനത്തോടും അവൻ്റെ സംസാരത്തോടും അവൻ്റെ പ്രവൃത്തിയോടും വളരെ ഇഷ്ടമാണ്. അവൻ ദൈവം അനുവദിച്ചപ്പോൾ അവൻ്റെ ഭാര്യയൊത്ത് ന്യൂസിലാൻഡിലാണ്. 1 വർഷം കഴിയുമ്പം തീർത്തും ഇങ്ങോട്ട് വരണം. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ കുറേ കൂടി ഭംഗിയായി കൊണ്ടുപോകണമെന്നാണ് പ്രിയ മകൻ നിവിൻ്റെ ആഗ്രഹം. 2 മക്കളും, ഇളയ മകള് ഇപ്പോൾ കാനഡയിലാണ്, മൂത്ത മകള് ജർമ്മനിയിലാണ്. ശരിക്കും കഴിഞ്ഞ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഇംഗ്ലണ്ടിൽ നടന്ന ഒരു 10,000-ഓളം വരുന്ന കനാനായ കത്തോലിക്ക സംഗമത്തിൽ അങ്ങേ മാത്രം സ്പെഷ്യൽ വിളിച്ച് ആദരിക്കുന്നത് ലൈവായി ഞാൻ കണ്ടു. വളരെ അത്ഭുതം തോന്നിയ ഒരു സംഭവമായിരുന്നു. അവർ അവാർഡ് തന്നെയല്ല, ഒരു വലിയ തുക തന്നെ അങ്ങേക്ക് കാഷ് അവാർഡ് തന്നെ അവിടുത്തെ കൈമാറുവാനിടയായി. അതെല്ലാം ഞാൻ അത്ഭുതത്തോടെ കാണുകയായിരുന്നു. എങ്ങനെയുള്ള അവാർഡുകൾ, ഡോക്ടറേറ്റുകൾ അങ്ങേക്ക് ലഭിച്ചിരിക്കുന്നു, അവാർഡുകൾ, കാരണം ഇതെല്ലാം സേവനത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് കരുതുന്നത്. ഇന്നിവിടെ വന്ന ജനപ്രതിനിധികളെല്ലാം ഞാനോർത്ത് വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ ആദരവ് മാത്രമേ അങ്ങേക്കുള്ളായിരിക്കും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ മുഴുവൻ സ്കൂളുകളിൽ നിന്നൊരു കൂട്ടം ആളുകൾ വരുന്നു, കോളേജുകളിൽ നിന്ന് വരുന്നു, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വരുന്നു, ഇവിടുത്തെ പൗരസമിതി വരുന്നു എന്ന് വേണ്ട, നാടാകെ വളരെ അങ്ങേ സ്നേഹിക്കുന്നൊരു അനുഭവമാണ് വാസ്തവത്തിൽ ലഭിക്കുക. ഈ അംഗീകാരങ്ങളൊക്കെ ഏതൊക്കെ അംഗീകാരങ്ങളാണ് അങ്ങേക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്? ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് വിവരിക്കാം. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഒന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ, അതുപോലെ ഷാർജയിൽ നിന്ന് എനിക്ക് വലിയൊരു അംഗീകാരം ഈശോ തന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് സ്റ്റേറ്റ് അവാർഡായിട്ടാണ് അന്ന് തന്നു 1,00,000 രൂപയും. അതുപോലെ ADGP ആണ്, അദ്ദേഹമാണ് 1,00,000 രൂപ ക്യാഷ് അവാർഡും അതുപോലെ ഫലവും തന്നത്. അതുപോലെ പിന്നെ നമ്മുടെ UKKCA 2,00,000 രൂപയുടെ അവാർഡ് തന്നു. അതുപോലെ തന്നെ അമേരിക്കയിലെ ഷിക്കാഗോ സോഷ്യൽ ക്ലബ്ബ് പല ആവർത്തികൾ എന്നെ അവിടെയുള്ളവരൊക്കെ വിളിച്ച് ഇതെടുത്തു. ഒരു പ്രാവശ്യം തോമസ് മുളവനാൽ എന്ന് പറയുന്ന VG അദ്ദേഹത്തിൻ്റെ ശുപാർശയോടുകൂടി 2,00,000 രൂപയുടെ ഒരു അവാർഡ് ലഭിച്ചു. അതിനുശേഷം എനിക്ക് ഒന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒത്തിരി അവാർഡുകൾ UK-യിൽ വെച്ച് തന്നെ 2 പ്രാവശ്യമായിട്ട് ഇടുക്കി ചാരിറ്റി നടത്തുന്ന കൂട്ടായ്മയിൽ നിന്ന് 3,30,30,000 രൂപ ലഭിച്ചു. അതുപോലെ ഖത്തറിൽ നിന്ന്, ദോഹയിൽ നിന്ന് കനാനായി സംഗമം വിളിച്ച് 1,00,000 രൂപയുടെ അവാർഡും ഫലവും. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം കിട്ടിയത് ഒരു 100-ലധികം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അവാർഡുകളും സർവശക്തനായ ദൈവം സ്നേഹമന്ദിരത്തിന് തന്നിട്ടുണ്ട്. ഓരോ അവാർഡുകളിൽ ലഭിക്കുമ്പോൾ മറ്റുള്ളവർ ഇതിൻ്റെ നന്മ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഈ പ്രവർത്തനത്തിൽ എന്താ പറയുന്നത്,
എന്തെങ്കിലുമൊക്കെ മാനുഷ്യമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യമായ എന്തെങ്കിലും ഒരു കുറവോട് കൂടി നോക്കുമ്പോൾ, ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടുന്ന കാണുമ്പോൾ അവർ കൂടുതൽ ബഹുമാനത്തോടു കൂടിയാണ് ഈ സ്ഥാപനത്തെ കാണുന്നത്. അത് ദൈവം നേരിട്ട് തരുന്ന അംഗീകാരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിലവിൽ ഇരിക്കുന്ന അംഗീകാരങ്ങൾ, റോമ 13 പറയുന്നുണ്ട്, നിലവിലിരിക്കുന്ന അധികാരങ്ങൾ എല്ലാം ദൈവത്താൽ സ്ഥാപിതമാണ്. ദൈവം അറിയാതെ ഒരു അവാർഡുകളും ഒരു അംഗീകാരങ്ങളും ഇവിടെ എത്തുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പം കണ്ടൊരു കാഴ്ച, ഇന്ന് മന്ത്രി വന്ന ചടങ്ങിന് ശേഷം ഈ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള കുട്ടികൾ അങ്ങ് ആ കുട്ടികളുടെ ഇടയിലുള്ളൊരു വലിയ പ്രവർത്തനം ഇവിടെ ഉണ്ടല്ലോ. ആരോരും ഇല്ലാത്ത അനേക പിഞ്ചു ബാല്യങ്ങൾക്ക് തണലേകുന്ന ഒരു തണൽ വൃക്ഷമായിട്ട് ദൈവം മാറ്റിയിരിക്കുന്നത്. എന്താണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയാമോ? എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഇതിൻ്റെ ആരംഭത്തിൽ എനിക്ക് ഒരു സ്ത്രീ വന്നു, കുഞ്ഞുമോളെന്ന് പറയുന്ന ഒരു മകളാണ്. അത് വന്നപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വയറ് വീർത്തിരിക്കുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പം ആശുപത്രി കൊണ്ട് പരിശോധിക്കുമ്പോഴാണ് അവൾ 7 മാസം ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ ആ കുഞ്ഞ് പ്രസവിച്ച് ആ കുഞ്ഞിനെ പിന്നെ വളർത്തണമെങ്കിൽ, ഇവിടെ വളർത്തണമെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരം വേണം. അതിൻ്റെ പുറകെ നടന്നു. ആ കുഞ്ഞിനെ കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. അതിനു മുമ്പായിട്ട് അങ്ങനെയുള്ള ഗർഭിണികൾ ഇവിടെ വന്നു കഴിയുമ്പം അവരെ ഞാൻ പല സ്ഥാപനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കുഞ്ഞ് ഗോഡ്ബിൻ എന്ന് പറയുന്ന ഇവിടുത്തെ വികാരിച്ചനാണ് ആ കുഞ്ഞിന് ദൈവത്തിൻ്റെ പുത്രൻ എന്ന ഗോഡ്ബിൻ എന്ന പേരിട്ടത്. അതിനുശേഷം 6 മാസം പ്രായമുള്ള റാന്നിയിൽ നിന്ന് ഇവിടെ ഒരു കുഞ്ഞ് വന്നു, അഞ്ചു എന്ന് പറയുന്ന കൊച്ച്. അത് 6 മാസം പ്രായമുള്ളൂ. അപ്പം അത് നേഴ്സിങ്ങിന് 2ാം വർഷം പഠിക്കുന്നു. അതുപോലെ അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 54 കുറയാതെ കുഞ്ഞുങ്ങൾ എല്ലാ വർഷവും ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കരുതൽ, അവർ നാളത്തെ നന്മയുള്ള അല്ലെങ്കിൽ സ്നേഹമന്ദിരത്തെയും അവർ പപ്പായ എന്ന് എന്നെ വിളിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹമന്ദിരം അവരുടെ വീടായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യവും സ്നേഹവും കരുതലും എന്നും ഈ സ്ഥാപനത്തിന് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം അവർക്ക് വേണ്ട പോലെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചിലപ്പം തോന്നാറുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞുങ്ങളാകരുത്. അവരെല്ലാവരും ഒന്നിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹവും ഈ കുഞ്ഞുങ്ങളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാറ്റിലുപരി ഏത് മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവരും ദൈവത്തെ വിളിക്കുന്നു എന്നതാണ് സ്നേഹമന്ദിരത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ വളരുന്ന പിള്ളേരുടെ പ്രത്യേകത. ആരാണ് ഈ സ്നേഹമന്ദിരം എന്ന് പേരിട്ടത്? എനിക്ക് വലിയ ഈശോ ഒരു കാഴ്ചപ്പാട് തന്നതാണ്. ഈശോ കാഴ്ചപ്പാടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിവൃത്തിയില്ലാതെ ആ രോഗിയെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി ഓടി നടന്നപ്പോൾ ഇതിന് പേരെന്താ ഇടണ്ടെന്ന് ചോദിക്കുമ്പോൾ കർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനമാണ്. അങ്ങനെയാണ് സ്നേഹമന്ദിരം എന്ന പേര് സ്നേഹമന്ദിരത്തിന് ഇട്ടത്. ശരിക്കും കർത്താവിൽ നിന്നുള്ള അരുളപ്പാടുകളും ദൂതുകളും സന്ദേശങ്ങളും ലഭിച്ച ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ, ഒന്ന് വിവരിക്കാമോ? ഒരുപാട് ഒത്തിരി അനുഭവങ്ങൾ. കാരണം കർത്താവ് തരുന്നതെല്ലാം മിറുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ആദ്യം സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ 3ാമത്തെ കുഞ്ഞ്, അത് 2 ദിവസമായി അതിന് മൂത്രം പോകുന്നില്ല. അപ്പം യൂറിൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യ. അപ്പം എനിക്ക് ജീവിക്കാൻ ഒരു കുഞ്ഞ് 3 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു കുഞ്ഞ് കടയുമാണ്. ആ കടയിലെ പുറയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം കട നോക്കണം. പക്ഷേ ഞാൻ ഒരു സുവിശേഷ അല്ലെങ്കിൽ ഇടുക്കിയിൽ ഒരു പള്ളിയിൽ, വാഴത്തോപ്പ് എന്ന് പറയുന്ന ഒരു പള്ളിയിൽ അന്ന് ശുശ്രൂഷയ്ക്ക് പോകാമെന്ന് അവരോട് ഏറ്റു. പക്ഷേ ഞാൻ പോകാറായപ്പോഴത്തേനും ഈ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നില്ല. ഭാര്യ അവൾ വിഷമിക്കുന്നു. നിങ്ങൾ ഈ സമയത്ത് ഈ കുഞ്ഞിനെയും വിട്ടിട്ട് ഈ കടയെ എന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോയാൽ ഇതിന് വിഷമിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കണ്ട് ആശുപത്രിയിൽ പോയി കുറേ പൈസ ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഇവിടുന്ന് പോയി അവിടുന്ന് വണ്ടി കയറി
വളരെ മനസ്സോടെയാണ് ജീവിത പങ്കാളി പറഞ്ഞു വിടുന്നത്. പക്ഷേ ഞാൻ അവിടുന്ന് പോയി 3 കിലോമീറ്റർ വണ്ടി, ഞാൻ ലൈൻ ബസ്സിലല്ല പോകുന്നത്, അവിടെ ചെന്നപ്പോഴത്തേനും ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞ് മൂത്രമൊഴിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം തമ്പുരാൻ്റെ പദ്ധതിക്ക് വിളിച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഇത് ഞാൻ എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തോന്നിയത് എന്ന് എൻ്റെ മനസ്സിൽ ഇന്നുവരെയും ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. ഒരിക്കലും എൻ്റെ ദൈവം പദ്ധതിയിട്ടതാണ്. എൻ്റെ ദൈവം അതിനെന്നെ ഇടവരുത്തിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു വിഷമം വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞാൽ ദൈവം അടങ്ങിയിരിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോഴും 250 പേർക്ക് ഒന്നിച്ച് കോവിഡ് ബാധിച്ചു. പക്ഷേ ഇന്നവരെയും കോവിഡ് ബാധിച്ചൊരു കുഞ്ഞും ഒരാളും സ്നേഹമന്ദിരത്തിൽ നിന്ന് മരണപ്പെട്ടിട്ടില്ല. ഇതെല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഭവം ശരിക്ക് അതിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇന്ന് സ്നേഹമന്ദിരം പോകുന്നത്. ഞാനത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്, ഞാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ളവരോട് മുഴുവൻ ഞാൻ ആ ടേസ്റ്റ് അനുഭവിച്ച ക്രിസ്തുവിനെ ഇവിടെ വരുന്നവരും ഇവിടെ ശുശ്രൂഷിക്കുന്നവരും ഇവിടെ നോക്കുന്നവരും എല്ലാം അത് അനുഭവിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ആ ടേസ്റ്റ് മറ്റുള്ളവരോട് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരിക്കും യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുകയിൽ അവരെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ചെങ്കടൽ 2 ഇസ്രായേലിന് വേണ്ടി പിളർത്തിയ ദൈവം, യോർദാനെ വറ്റിച്ച ദൈവം, എരിഹോ മതിലുകളെ ഇടിച്ച ദൈവം, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ദൈവം വാസ്തവത്തിൽ സ്നേഹമന്ദിരത്തിനു വേണ്ടി അത്ഭുത മഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞൊരു അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് പ്രിയപ്പെട്ട രായ് സാറിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കുന്നത്. ലോകം മുഴുവൻ ആളുകൾ ഈ അങ്ങയുടെ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് എന്താണ് സ്നേഹമന്ദിരം ഡയറക്ടറായിരിക്കുന്ന അങ്ങേക്ക് പങ്കിടാനായിട്ടുള്ളത്? എനിക്ക് പറയാനിത് മാത്രമേ ഉള്ളൂ. കർത്താവ് പറയുന്നില്ലേ, ആദ്യം നിങ്ങൾ അവിടുത്തെ നീതിയും രാജ്യം അന്വേഷിക്കുക, ബാക്കി മുഴുവൻ കൂട്ടിച്ചേർക്കുക. ഇന്ന് ഏതെങ്കിലും മനുഷ്യൻ, അതായത് ദൈവത്തിൻ്റെ ജോലിയാണ്, ദൈവം നമ്മളിൽ ചെയ്യേണ്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം, പക്ഷെ എന്നെ അന്വേഷിക്കാം. ദൈവത്തെ അന്വേഷിക്കാതെ അത് ആവശ്യമുള്ളത് വസ്ത്രവും പാർപ്പിടമോ ജീവിക്കാൻ വേണ്ടതായ ആഹാരമോ ഒക്കെ തരേണ്ടത് ദൈവത്തിൻ്റെ ജോലിയാണ്. കാരണം നമ്മളെ ചോദിക്കാതെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മളെ കഴിഞ്ഞു ശ്രദ്ധാലുവാണ് ദൈവം. പക്ഷേ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾ ഭാവിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ ആർക്കും നേരെയില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ വിഷമിക്കുന്നത്. നിങ്ങൾ അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതാത് ദിവസങ്ങളിൽ ദൈവം തരും. കാരണം സ്നേഹമന്ദിരത്തിന് മൂലധനം ആവശ്യമില്ല. ഇവിടെ കർത്താവ് മാത്രം മതി. ദൈവമുണ്ടെങ്കിൽ എല്ലാമായി. അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് സ്നേഹമന്ദിരത്തിന് ഒരു കുറവും വരുത്താതെ ദൈവം പരിപാലിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു ടൗണല്ല, ഇതൊരു ഉൾഗ്രാമമാണ്. ഉൾഗ്രാമത്തിൽ ദിവസവും 10,300 പേരോളം 3 നേരവും ആഹാരവും മരുന്നും വസ്ത്രവും എല്ലാം ഈ ഉൾഗ്രാമത്തിൽ ഈ സ്ഥലത്ത് ഈ മലയിടുക്കിൽ ഇത് കൊണ്ടെത്തിക്കുന്നത് കാരുണ്യവാനായ ദൈവം മാത്രമാണെന്ന് ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചുവാക്ക് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഈശോ മശിഹായെ ദൈവം നമുക്കായി ദാനം നൽകിയെങ്കിൽ, നമ്മുടെ രക്ഷയ്ക്കായി കാൽവരി ക്രൂശിൽ അവിടുന്ന് മരിച്ച അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റെങ്കിൽ, ആ ദൈവത്തിൻ്റെ വചനം പറയുന്നു അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയായിരുന്നാലും മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് നൽകിത്തരാം എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ സ്നേഹമന്ദിരം ഡയറക്ടർ രാജു ചായനെ
എല്ലാവരും പപ്പ എന്ന് രായിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ഇടുക്കിക്കാരുടെ സ്നേഹമന്ദിരത്തിൻ്റെ രായിച്ചായനെ അനുഭവങ്ങൾ എത്ര മനോഹരമാണ്. ആകാശത്തിലെ പറവകളെ നോക്കി വീണത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ ദൈവം അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവരാണ്. നമുക്ക് ഈ രായിച്ചേട്ടൻ്റെ ജീവിതം ഒരു ആവേശം പകരുന്നതാണ്, മാതൃകാപരമാണ്, അനേകർക്കത് പ്രചോദനമാണ്. തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗഖ്യം കൊണ്ടും സ്വർഗീയ സമാധാനം കൊണ്ടും അങ്ങയെയും അങ്ങയുടെ കുടുംബത്തെയും അങ്ങയുടെ പ്രവർത്തനങ്ങളെയും സ്നേഹമന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുവദിച്ച അഭിമുഖത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആയുഷ്കാലം മുഴുവൻ അങ്ങയുടെ മേലും കുടുംബത്തിന്മേലും സ്നേഹമന്ദിരത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും വാഴുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ദൈവകൃപയാൽ ഷൈനി ആൻറ്റി ഒരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട സ്നേഹമന്ദിരം ഡയറക്ടർ രായിച്ചാൻ്റെ വൈഫാകാൻ സാധിച്ചത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഇവിടെ മന്ത്രി പങ്കെടുത്ത മനോഹരമായ യോഗത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളും വൈദിക ശ്രേഷ്ഠരും കന്യാസ്ത്രീകളും ഉള്ള ഇവിടുത്തെ നാടാകെ സംബന്ധിച്ച മനോഹരമായ മീറ്റിംഗ് ഉയർന്ന ശബ്ദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഷൈനി ആൻറ്റിയുടെ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹനമായി വരുന്നത്. എത്ര നാളായി നിങ്ങൾ ഒരുമിച്ചായിട്ട് ഈ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഈ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് വിവരിക്കാം. 29 വർഷമായി സ്നേഹമന്ദിരം തുടങ്ങിയിട്ട്. ഞങ്ങൾ ഒരുമിച്ച് ജീവിതത്തിലേക്ക് വന്നിട്ട് 39 വർഷമായി. ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറഞ്ഞാൽ അതൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഇന്ന് വരെ മുൻപോട്ട് പോകുന്നത്. ഞങ്ങളൊരു ചെറിയ ബിസിനസ് കച്ചവടക്കാരായിരുന്നു. ആ കച്ചവടത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരാനായിട്ട് ദൈവം അനുവദിച്ചത്. ആ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ജീവിതത്തിൻ്റെ ഓരോ പോരായ്മകൾ, കുറവുകൾ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കുറവുകൾ മനസ്സിലാക്കി ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്തപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, മഹത്വങ്ങൾ വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ദൈവം ഞങ്ങൾക്കായി, ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ, ഞങ്ങളൊന്നുമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, വിദ്യാസമ്പന്നരല്ല, കഴിവില്ലാത്തവരാണ്. അതെല്ലാം ദൈവത്തിന് മുമ്പിൽ വലിയ മഹത്വമായി കണ്ടുകൊണ്ട് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയിലേക്ക്, ഈ ശുശ്രൂഷ നയിക്കാനായി ദൈവം നിയോഗിച്ചപ്പോൾ ആ ശുശ്രൂഷയിലൂടെ ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇത്രയേറെ മഹത്വം ഈ മക്കളിലൂടെ, ഈ മക്കളെ ശുശ്രൂഷിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് നൽകിയതിന് ദൈവത്തിനാണ് 1000 നന്ദി. അതുപോലെ ഞങ്ങളുടെ കുടുംബം എൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ഇഷ്ടാനുസരണങ്ങൾക്ക് യോജിച്ച് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്തപ്പോഴാണ് അവിടെ ദൈവമഹത്വം ഉണ്ടായത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച്, കുടുംബം ഒരുമിച്ച്, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തപ്പോഴാണ് അവിടെ ദൈവമഹത്വം ഉണ്ടാവുകയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അനുഭവങ്ങളെല്ലാം ഞങ്ങളെ, ഇന്ന് വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്ത ജീവിതമില്ല. വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ഒരുമിച്ച് നിന്ന് സ്വീകരിക്കാനുള്ള ഒരു ദൈവിക കരുത്തുണ്ടായത് ഈ ശുശ്രൂഷയിലൂടെയാണ്. അങ്ങനെ ഇന്ന് മക്കളാണെങ്കിലും അവർ നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവരിന്ന് 3 പേരും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് ശുശ്രൂഷ ചെയ്തവരാണ്. വർഷങ്ങളോളം എല്ലാ ജോലികളും വേണ്ടെന്ന് വെച്ച് ഞങ്ങളോടൊപ്പം മക്കളെയും ഭാര്യയെയും മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഞങ്ങളിന്ന് പൂർണ്ണ സന്തോഷത്തിലും, പിന്നെ ദൈവം ഈ ഇത്ര വലിയൊരു അംഗീകാരം കൊടുത്തതിൽ ദൈവത്തിന് 1000 നന്ദി. അതുപോലെ നിങ്ങളെ ഓരോരുത്തരും ഞങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നോ അതെല്ലാം ദൈവമഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറഞ്ഞതുപോലെയാണ് ഈ കുടുംബത്തിൻ്റെ അനുഭവം. ഷൈനി ആൻറ്റിയുടെ അനുഭവങ്ങൾ എല്ലാ സഹോദരിമാർക്കും ഒരു മാതൃകയാണ്.
കാരണം ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ഈശോയോട് ഒന്നിച്ചുള്ള ഇവരുടെ കുടുംബജീവിതം എത്ര അനുഗ്രഹീതമാണ്, എത്ര മാതൃകാപരമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് തണലേകുന്ന ഒരു കുടുംബമായി, ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു കുടുംബമായി, ഇടുക്കി എന്ന പ്രദേശത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഇവർ അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും സർവശക്തനായ ദൈവത്തിന് ഉണ്ടാകട്ടെ എന്ന് നമുക്കും ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ദൈവം ഇവരെ അനുഗ്രഹിക്കും. ദൈവകൃപയാൽ ഷൈനി ആൻറ്റി ഒരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട സ്നേഹമന്ദിരം ഡയറക്ടർ രായിച്ചാൻ്റെ വൈഫാകാൻ സാധിച്ചത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഇവിടെ മന്ത്രി പങ്കെടുത്ത മനോഹരമായ യോഗത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളും വൈദിക ശ്രേഷ്ഠരും കന്യാസ്ത്രീകളും ഉള്ള ഇവിടുത്തെ നാടാകെ സംബന്ധിച്ച മനോഹരമായ മീറ്റിംഗിൽ ഉയർന്ന ശബ്ദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഷൈനി ആൻറ്റിയുടെ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹനമായി വരുന്നത്. എത്ര നാളായി നിങ്ങൾ ഒരുമിച്ചായിട്ട് ഈ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഈ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് വിവരിക്കാം. 29 വർഷമായി സ്നേഹമന്ദിരം തുടങ്ങിയിട്ട്. ഞങ്ങൾ ഒരുമിച്ച് ജീവിതത്തിലേക്ക് വന്നിട്ട് 39 വർഷമായി. ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറഞ്ഞാൽ അതൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഇന്ന് വരെ മുൻപോട്ട് പോകുന്നത്. ഞങ്ങളൊരു ചെറിയ ബിസിനസ് കച്ചവടക്കാരായിരുന്നു. ആ കച്ചവടത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരാനായിട്ട് ദൈവം അനുവദിച്ചത്. ആ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ജീവിതത്തിൻ്റെ ഓരോ പോരായ്മകൾ, കുറവുകൾ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കുറവുകൾ മനസ്സിലാക്കി ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്തപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, മഹത്വങ്ങൾ വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ദൈവം ഞങ്ങൾക്കായി, ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ, ഞങ്ങളൊന്നുമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, വിദ്യാസമ്പന്നരല്ല, കഴിവില്ലാത്തവരാണ്. അതെല്ലാം ദൈവത്തിന് മുമ്പിൽ വലിയ മഹത്വമായി കണ്ടുകൊണ്ട് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയിലേക്ക്, ഈ ശുശ്രൂഷ നയിക്കാനായി ദൈവം നിയോഗിച്ചപ്പോൾ ആ ശുശ്രൂഷയിലൂടെ ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇത്രയേറെ മഹത്വം ഈ മക്കളിലൂടെ, ഈ മക്കളെ ശുശ്രൂഷിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് നൽകിയതിന് ദൈവത്തിനാണ് 1000 നന്ദി. അതുപോലെ ഞങ്ങളുടെ കുടുംബം എൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ഇഷ്ടാനുസരണങ്ങൾക്ക് യോജിച്ച് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്തപ്പോഴാണ് അവിടെ ദൈവമഹത്വം ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്, കുടുംബം ഒരുമിച്ച്, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തപ്പോഴാണ് അവിടെ ദൈവമഹത്വം ഉണ്ടാവുകയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അനുഭവങ്ങളെല്ലാം ഞങ്ങളെ, ഇനി വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്ത ജീവിതമില്ല. വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ഒരുമിച്ച് നിന്ന് സ്വീകരിക്കാനുള്ള ഒരു ദൈവിക കരുത്തുണ്ടായത് ഈ ശുശ്രൂഷയിലൂടെയാണ്. അങ്ങനെ ഇന്ന് മക്കളാണെങ്കിലും അവർ നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവരിന്ന് 3 പേരും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് ശുശ്രൂഷ ചെയ്തവരാണ്. വർഷങ്ങളോളം എല്ലാ ജോലികളും വേണ്ടെന്ന് വെച്ച് ഞങ്ങളോടൊപ്പം മക്കളെയും ഭാര്യയെയും മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഞങ്ങളിന്ന് പൂർണ്ണ സന്തോഷത്തിലും, പിന്നെ ദൈവം ഈ ഇത്ര വലിയൊരു അംഗീകാരം കൊടുത്തതിൽ ദൈവത്തിന് 1000 നന്ദി. അതുപോലെ നിങ്ങളെ ഓരോരുത്തരും ഞങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നോ അതെല്ലാം ദൈവമഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറഞ്ഞതുപോലെയാണ് ഈ കുടുംബത്തിൻ്റെ അനുഭവം. ഷൈനി ആൻറ്റിയുടെ അനുഭവങ്ങൾ എല്ലാ സഹോദരിമാർക്കും ഒരു മാതൃകയാണ്. കാരണം ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ഈശോയോട് ഒന്നിച്ചുള്ള ഇവരുടെ കുടുംബജീവിതം എത്ര അനുഗ്രഹീതമാണ്, എത്ര മാതൃകാപരമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് തണലേകുന്ന ഒരു കുടുംബമായി, ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു കുടുംബമായി,
ഇടുക്കി എന്ന പ്രദേശത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഇവർ അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും സർവശക്തനായ ദൈവത്തിന് ഉണ്ടാകട്ടെ എന്ന് നമുക്കും ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ.